വടകരയിൽ ഓവുചാലുകളിലേക്ക് മലിനജലം ഒഴുക്കിവിടുന്നതിൽ കർശന നടപടിയുമായി വടകര നഗരസഭ. പുതിയ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചാണ് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ പരിശോധനകൾ നടത്തിവരുന്നത്. കഴിഞ്ഞ ദിവസം നാഷണൽ ഹൈവേയുടെ പ്രവൃത്തി നടക്കുന്നതിനിടയിലാണ് ഓവുചാലുകളിലേക്ക് മലിനജലം ഒഴുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ടാണ് വടകര നഗരസഭയുടെ നേതൃത്വത്തിൽ ഓവുചാലുകളിലേക്ക് മലിനജലം ഒഴുക്കുന്നത് കണ്ടെത്തുന്നതിനായി പരിശോധനകൾ നടത്തിവന്നത്. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ വടകര പുതിയ ബസ് സ്റ്റാൻഡിലെ MRA ഹോട്ടലിൽ നിന്നും കക്കൂസ് മാലിന്യം ഉൾപ്പെടെ ഓവുചാലുകളിലേക്ക് ഒഴുക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുകയും ഹോട്ടൽ അധികൃതർ അടപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് വടകര നഗരസഭാ കൗൺസിലർമാരുടെയും ഹെൽത്ത് ജീവനക്കാരുടെയും നേതൃത്വത്തിൽ ഇന്ന് വടകര പുതിയ ബസ് സ്റ്റാൻഡിലെ ഹോട്ടലുകളിലും വിവിധ സ്ഥാപനങ്ങളിലും പരിശോധന നടത്തിയത്. തുടർ ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്ന് നഗരസഭ വൈസ് ചെയർപേഴ്സൺ KM ഷൈനി മീഡിയ വടകരയോട് പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വടകര നഗരസഭയിലെ മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം എന്നുള്ള രീതിയിലാണ് വടകര നഗരത്തിൽ ഉൾപ്പെടെ എല്ലാ ഹോട്ടലുകളിലും ഒരു സംയുക്ത പരിശോധന എന്നുള്ള രീതിയിലേക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ആദ്യമായി വടകര നഗരസഭയുടെ അധീനതയിലുള്ള പൊതു ടോയ്ലറ്റ് ഉൾപ്പെടെ MRA ഹോട്ടൽ ഉൾപ്പെടെ കരാറ് കൊടുത്ത MRA ഹോട്ടലുകൾ ഉൾപ്പെടെ ആദ്യം തന്നെ പരിശോധന നടത്തി അവിടെ ഗുരുതരമായ മാലിന്യ പ്രശ്നങ്ങൾ നമ്മൾ മുന്നിൽ കാണുകയും അതിന് നോട്ടീസ് കൊടുത്തുകൊണ്ട് അതൊക്കെ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ തുടർ പരിശോധന എന്നുള്ള നിലയിൽ ഇന്ന് തുടങ്ങി എല്ലാ ഹോട്ടലുകളെയും ഒരൊറ്റ ഹോട്ടലുകളെ ഒഴിവാക്കാതെ എല്ലാ ഹോട്ടലുകളെയും ഈ ഒരു പരിശോധനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇനി ഒരു ഹോട്ടലുകളിലെയും മലിനജലം നമ്മുടെ വടകരയിലുള്ള ഡ്രൈനേജിലേക്ക് എത്താത്ത രീതിയിലേക്കുള്ള പരിശോധന എന്നുള്ളതാണ് നഗരസഭയുടെ അല്ലെങ്കിൽ കൗൺസിലിൻ്റെ ഒരു തീരുമാനം. ആ തീരുമാനവുമായിട്ട് ശക്തമായിട്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ പരിശോധന ഉണ്ടാകുന്നതാണ്. പുതിയ കൗൺസിലിന് ശേഷമാണ് ഇക്കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ താഴ്ന്ന പ്രദേശം ചതുപ്പ് നിലയായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മലിനജലം പല ഓടകളിലേക്കും ഒഴുക്കിവിടുന്നത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കാനുള്ള നടപടികൾ നഗരസഭയുടെ ഭാഗത്ത് ഉണ്ടാകണം. അതിന് പ്രതിപക്ഷത്തിൻ്റെ എല്ലാ സപ്പോർട്ടുകളും ഉണ്ടാവും. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.